ഗൗനിക്കണം, അതിനെ പഴമാക്കരുത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആയുസ്സുൽ അല്ലാഹു അനുവദിച്ചു തന്ന ആ ഒരു അവസരത്തെ ഒരിക്കലും പാഴാക്കരുത് മുഅ്മിനീങ്ങളെ. ഒരു അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് എന്നെ ഉപദേശിക്കണം നബിയെ എന്ന് പറഞ്ഞ ഒരു പുരുഷനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഅ്തനിൽ ഹംസ ഖബ്ലൽ ഹംസ്, 5 കാര്യത്തിൽ നിനക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യം ശ്രദ്ധിക്കണമെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യമെത്തുന്നതിന് മുമ്പ് നേരെ ചൊവ്വേ ഒന്ന് റുകൂഅ് ചെയ്യാനോ സുജൂദ് ചെയ്യാൻ നടുവളയാത്ത ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യ അവസ്ഥയെ നീ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. വസിഹത ഖബ്ല സഖമിക, രോഗം വന്ന ആശുപത്രിയിൽ കയറിയിറങ്ങുന്നതിന് മുമ്പ് പോലെ മുഅ്മിനെ നിനക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ കഴിയേണ്ടതുണ്ട്. വഇനാക ഖബ്ല ഫഖിരിക, നിന്റെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിനക്ക് നൽകിയ സമ്പത്ത് അത് നീ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. വഫറാഅക ഖബ്ല ശഅലിക, നമ്മുടെ മക്കളുടേതായ വേനലവധി, ആ ഒരു അവധി കഴിഞ്ഞ് വീണ്ടും സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് ആ ഒരു നെട്ടോട്ടമോടുന്നതിന്റെ ഇടയിൽ ഈ കിട്ടിയ 2 മാസക്കാലം ഫലപ്രദമായി മക്കൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് ഫലപ്രദമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണമെത്തുന്നതിന് മുമ്പ് നിനക്ക് അല്ലാഹു അനുവദിച്ചു തന്ന ഈ സമയം, ഇതിന്റെ മൂല്യം നമുക്കറിയണം മുഅ്മിനീങ്ങളെ. കുറച്ച് തുച്ഛമായ കാലം ഈ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ സിറ്റുവേഷനുകളും എല്ലാ മാർഗങ്ങളും റബ്ബ് തആല വളരെ തുറന്ന് വിശാലമായി നൽകിയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിശാലമായി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നല്ല ബുദ്ധിശേഷി നൽകി, ശാരീരികമായ നല്ല ശേഷി നൽകിയിട്ടുണ്ട്. എന്നിട്ട് വെറും തുച്ഛമായ 60ഓ 75ഓ അല്ലെങ്കിൽ വെറും തുച്ഛമായ കാലയളവിൽ മാത്രമാണ് റബ്ബിനെ, അത് ഒരു ദിവസത്തിൽ വെറും സെക്കൻഡുകൾ മാത്രം അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശാശ്വതമായ സ്വർഗം, അനന്ത ശാശ്വതമായ സ്വർഗത്തിന്റെ സൗഭാഗ്യം റബ്ബ് തആല വാഗ്ദാനം ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡിന്റെയും വില സ്വർഗത്തിന്റെ വിലയാണെന്ന് മനസ്സിലാക്കണം. ശാശ്വതമായ യഥാർത്ഥ സ്വർഗത്തിൻ്റെതായ അനുഭൂതികൾ ആസ്വദിക്കുവാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്രിയാത്മകമായ രീതിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാൻ നമ്മുടെ മക്കളുടെ അവധിക്കാലം ഫലവത്താക്കി അവർക്ക് പ്രയോജനകരമായ രീതിയിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മുടെ വീട്ടിലെ ഓരോ മക്കൾക്കും കാരണമാകേണ്ടതുണ്ട് എന്ന നിലയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നാഥനായ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു